പീതാംബരം കരവിരാജിതശങ്കചക്രകൗമോദഗീ തരതിജങ്കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. നമസ്കാരം. സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് ഭാഗവതം ഏകാദശ സ്കന്ധത്തിൽ ഭഗവാൻ ഉദ്ധവന് കൊടുക്കുന്ന ഉപദേശം പ്രപഞ്ചത്തിലെ എല്ലാവർക്കും വേണ്ടിയുള്ള ഉപദേശമാണ്. ഒരാൾക്ക് വേണ്ടി മാത്രമല്ല ഉപദേശങ്ങളെല്ലാം. അപ്പം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ പറഞ്ഞു, ഉദ്ധവ, എല്ലാ അനുഷ്ഠാനങ്ങളും ജീവൻ മുക്താവസ്ഥയിലേക്ക് എത്താനാണ്. മരിച്ചതിന് ശേഷമുള്ള മുക്തിയല്ല. അത് വരാൻ പോണ ഏതോ കാലത്തെ കാര്യമാണ്. അതല്ല വിഷയം. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അനുഭവിക്കേണ്ട ഒന്നാണ് മുക്തി എന്ന മഹാസത്യം പലപ്പോഴും നമ്മളാരും മനസ്സിലാക്കാറില്ല. മരിച്ചു കഴിഞ്ഞാൽ കിട്ടേണ്ട എന്തോ ഒരു സംഗതി മുക്തി. ഈ ഒരു മനസ്സിലാക്കൽ നമുക്ക് ആവശ്യമാണ്, വളരെയധികം ആവശ്യമാണ്. അതാണ് ലക്ഷ്യം. ആ ജീവൻ മുക്ത അവസ്ഥയിൽ നമ്മൾ ഏത് കർമ്മം ചെയ്യുമ്പോഴും, ഏത് ടെൻഷൻ അനുഭവിക്കുമ്പോഴും, ദുഃഖവാർത്ത കേട്ടാലും ആ ദുഃഖത്തിൻ്റെ ഭാഗമാവുമ്പോഴും എല്ലാം ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മളെ ബാധിക്കാത്ത ഒരത്ഭുത പ്രതിഭാസം എന്നോ അത്ഭുതം എന്നോ എന്താ പറയേണ്ടത് നിശ്ചയില്ല. അതങ്ങനെ നടക്കുന്നുണ്ടാവും. പുറത്തെ കാര്യങ്ങൾ നല്ലതാവാം ചീത്തയാവാം, അതങ്ങനെ പോവും. അത് നമുക്ക് തടയാനോ ഒക്കെ വിധിപ്രകാരം വരും. ഒക്കെ ഇഷ്ടമാവണം എന്നൊന്നുമില്ല. ഇഷ്ടം പോലെ അനിഷ്ടങ്ങൾ, ധാരാളം അനിഷ്ടങ്ങളുണ്ടാവും. ഇതൊക്കെ വന്നാലും ആ ജീവൻ മുക്താവസ്ഥ ലക്ഷ്യമാക്കിയാൽ അത് നമുക്ക് എങ്ങനെ നേടാം എന്നതിനൊരു നിർവചനമായിട്ടൊന്നുമില്ല. അവരവരുടെ ഇഷ്ടത്തിൽ അവിടേക്ക് എത്താം. എത്തലാണ് പ്രധാനം. എങ്ങനെ വിഷയമില്ല. നിങ്ങൾക്കൊക്കെ ആചാരങ്ങൾ അനുഷ്ഠിക്കുക, വിവാഹം കഴിക്കുക, ലോകത്തിൽ അവർ പറഞ്ഞ നിയമങ്ങൾ മുഴുവൻ അനുഷ്ഠിച്ച് വേണം എന്നൊന്നുമില്ല. ചിലതൊക്കെ ലംഘിച്ചാലാണ് സൗകര്യം തോന്നണമെങ്കിൽ ധൈര്യമായിട്ട് ലംഘിച്ചോളൂ. പക്ഷേ ലക്ഷ്യത്തിലെത്തണം. അതിനുവേണ്ടി ലംഘിക്കുകയെ ആചരിക്കുക എന്ത് ചെയ്താലും ഈ പറഞ്ഞ പഴയ പടി, ചിട്ടപ്പടി അത് അത്ര വലിയ മഹാസംഭവമല്ല എന്നാണ് ചുരുക്കം. ഭാഗവതം അങ്ങനെയാണ് പറയുന്നത്. തന്നെ നോക്കി എങ്ങനെയാണ് പൂർവികന്മാർ ചെയ്തിരുന്നത്, എങ്ങനെയാണ് അത് ചെയ്യുക, ഇതെങ്ങനെയാണ് വരിക, അതെങ്ങനെയാണോ എന്ന ആവശ്യമൊന്നുമില്ല. നമ്മുടെ തഞ്ചം പോലെയൊക്കെ ആവാം. ലക്ഷ്യമാണ് പ്രധാനം. ഇപ്പോൾ അതിനൊരു ഉദാഹരണം തന്നെ പറഞ്ഞാലേ അത് ശരിയാവുള്ളൂ. കാരണം പണ്ടൊരു അച്ഛൻ ശ്രാദ്ധത്തിന് ഒരുക്കുമ്പോൾ ഒരു പൂച്ചയുണ്ട് അവിടെ. ആ പൂച്ചയെ ഒരു കൊട്ടയിട്ടിട്ട് കവുത്തും. എന്തിനാച്ചാൽ അത് ഓടി ഉപദ്രവം ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞിട്ട്, അശുദ്ധി ഉണ്ടാക്കി എവിടെയും പീന്ന് കരയണ്ടെന്നും പറഞ്ഞിട്ടേ. മകൻ ഇത് കണ്ടപ്പോൾ വിചാരിച്ചു ഇത് ശ്രാദ്ധത്തിൻ്റെ ചടങ്ങാണ്. അപ്പോൾ കുട്ടിയോട് ചോദിച്ചു, കുട്ടി അച്ഛൻ്റെ ശ്രാദ്ധത്തിനൊക്കെ ഒരുങ്ങിയോ? ഓ, എനിക്കൊരു പൂച്ചയും കൂടി കിട്ടാനുണ്ട്. അതെന്തിനാ ശ്രാദ്ധത്തിന് പൂച്ച? അല്ല, അച്ഛനത് കൊട്ടയിട്ട് കവുത്തിന് കണ്ടിട്ടുണ്ട്. പൂച്ചയെ കവുത്താണ്ട് ചാത്താവോ? അയ്യേ കുട്ടിയത് അതൊന്നും വേണമെന്നില്ല. അത് ഉപദ്രവം ഉണ്ടാക്കാണ്ടിരിക്കാൻ അദ്ദേഹം ഒരു മാർഗം കണ്ടെത്തിയെന്നേ ഉള്ളൂ. പൂച്ചയിട്ട് കവുത്തൽ ശ്രാദ്ധത്തിൻ്റെ ചടങ്ങല്ല എന്ന് പറയും, ഒരു ഉദാഹരണം തമാശയായിട്ട്. അപ്പോൾ നമ്മൾ ഈ കാണിച്ച് തന്നെ കാണിക്കുകയാണ്. പല കാര്യത്തിലും അങ്ങനെയാണ്. അതൊന്നല്ല ലക്ഷ്യം നേരെയാവണം. ഇത്രയേ വേണ്ടൂ എന്നാണ് 10ാമത്തെ അധ്യായം തൊട്ട് മുമ്പേ പറഞ്ഞതിൻ്റെ ചുരുക്കം. ഇനി അടുത്തതായിട്ട് ഉദ്ധവൻ ചോദിച്ചു, ഭഗവാനെ, ആരാണ് ബദ്ധൻ, ആരാണ് മുക്തൻ? അതൊന്ന് പറഞ്ഞു തരണം. നിത്യമുക്തോ നിത്യബദ്ധ ഏക ഏവേതി മേ ഭ്രമ. എനിക്ക് സംശയം തോന്നുകയാണ്. ചിലരെ നമ്മൾ മുക്തന്മാർ, ഇപ്പോൾ ജീവൻ മുക്താവസ്ഥയാണല്ലോ പറഞ്ഞത്. ആ ജീവൻ മുക്താവസ്ഥ എല്ലാവർക്കും ഇല്ല എന്ന് പറയണു. ചില ഭാഗ്യവാന്മാർക്കേ ഉള്ളൂ എന്നും പറയണു. അപ്പോൾ ആരാണ് ഈ ബന്ധിക്കപ്പെട്ടവൻ? ആരാണ് ബന്ധിക്കപ്പെടാതെ ജീവൻ മുക്താവസ്ഥ അനുഭവിക്കുന്നവൻ എന്ന ആ ഒരു കാര്യം, അല്ലെങ്കിൽ എന്തൊക്കെയാണോ വേണ്ടതെന്ന് ഇപ്പോൾ മനസ്സിലായി. എന്തൊക്കെ വേണം എന്നുള്ള നിഷ്കർഷമല്ല പ്രധാനം, സമ്മതിച്ചു. പക്ഷേ എന്താണ് ഈ ബന്ധാവസ്ഥ, എന്താണ് ഈ മുക്താവസ്ഥ, അതിനെപ്പറ്റി എന്തെങ്കിലും ഒന്നും കൂടി
വിശദീകരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. ബന്ധമുക്തി എന്നിങ്ങനെ പറഞ്ഞാൽ പോരാ, അതിനെ ഒന്ന് വിശദീകരിക്കുക. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ബദ്ധോ മുക്ത ഇതി വ്യാഖ്യ ഗുണതോമേ ന വസ്തുത. അവിടെ മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം, ബന്ധവും മുക്തിയും ഇല്ലാത്തതാണ്. അയ്യോ, വലിയ ആശയക്കുഴപ്പത്തിലേക്കാണല്ലോ ഭഗവാൻ പറയണത്. ബന്ധം മുക്തി എന്നില്ല എന്ന് പറഞ്ഞാൽ ഈ വാക്ക് എങ്ങനെ വന്നു? ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് കാണിക്കാൻ വാക്കുകൾ വരുമോ? സ്വപ്നമില്ലാത്തതാണ്. ഉണ്ടോ? ഉണർന്നു കഴിഞ്ഞാൽ വല്ലതും ഉണ്ടോ? യോറൊന്നുമില്ല. ഉറങ്ങണ അവസ്ഥയിലല്ലേ ഉള്ളൂ. അപ്പോൾ എങ്ങനെയാണ് സ്വപ്നം എന്ന വാക്ക് വന്നത്? സ്വപ്നം ഉണ്ടാവുകൊണ്ട്, സ്വപ്നം എന്ന വാക്ക് വന്നത് സ്വപ്നം ഉണ്ടാവുകൊണ്ടാണ്, അല്ലെങ്കിൽ ആ വാക്ക് വരില്ലല്ലോ. ആ അവസ്ഥയ്ക്കൊരു പേര് കൊടുത്തതാണ് സ്വപ്നം. സത്യത്തിൽ അതിൽ പറയുന്ന കാര്യങ്ങളൊന്നും ഇല്ല, അല്ലെങ്കിൽ അതിൽ നടക്കുന്നതൊന്നും ഇല്ല. ഇതുപോലെ ഒരവസ്ഥയാണ് ഈ ബന്ധാവസ്ഥ. അപ്പോൾ ബന്ധമില്ല, മുക്താവസ്ഥയാണ് ഉള്ളത്. അതുണ്ട്. മുക്താവസ്ഥ എന്ന് പറയുന്നത് സദാ ഉണ്ട്. ബന്ധാവസ്ഥ എന്ന് സ്വപ്നം പോലെയാണ്. സ്വപ്നത്തിനോട് ഏത് ഉപമിക്കാം? ബദ്ധാവസ്ഥ ഉപമിക്കാവൂ. മുക്താവസ്ഥ സ്വപ്നത്തിനോട് ഉപമിക്കരുത്. കാരണം മുക്താവസ്ഥ എന്ന് പറഞ്ഞാൽ ശരിക്കുള്ളതാണ്. ശരിക്കുള്ളതിനെ നമ്മൾ സ്വപ്നം എന്ന് പറയില്ല. ഇല്ലാതെ എന്തൊക്കെയോ തോന്നിയതിനാണ് നമ്മൾ സ്വപ്നം എന്ന് പേരിട്ടത്. ആ സ്വപ്നവും ബന്ധിക്കപ്പെട്ട അവസ്ഥയും ഒരുപോലെ. മുക്താവസ്ഥ വേറെ, മുക്താവസ്ഥ റിയലായിട്ടുള്ളത്. അപ്പോൾ ഈ ബന്ധിക്കപ്പെടുക ഒരു ജീവൻ എന്ന് പറഞ്ഞാൽ അതില്ലാത്തതാണ്, എന്നാൽ ഉണ്ട് എന്ന് തോന്നുന്നതേ ഉള്ളൂ. അങ്ങനെ ജനങ്ങളെല്ലാം ബന്ധിക്കപ്പെട്ടതായിട്ടുള്ള അവസ്ഥ വെറുതെ ഉണ്ടാക്കി ദുഃഖിക്കുകയാണ്. അപ്പോൾ സ്വപ്നാവസ്ഥയിലെ ഉറക്കമാണ് അതിന് കാരണം. എന്തുകൊണ്ട് സ്വപ്നം കാണും? ഉറങ്ങുകൊണ്ട്. ഉറങ്ങിയില്ലെങ്കിൽ കാണില്ല. ഇതേപോലെ ബന്ധാവസ്ഥയ്ക്കും വേണ്ടേ അങ്ങനെ ഒരു കാരണം? അതാണ് അജ്ഞാനം. ജ്ഞാനികൾക്ക് ബന്ധിക്കപ്പെട്ട അവസ്ഥയില്ല. അജ്ഞാനികളാന്ന് പറഞ്ഞാൽ എന്താണ്? ഉറക്ക സമാനം. അപ്പോൾ അജ്ഞാനം ഉറക്കത്തിൻ്റെ സ്ഥാനത്തും ബന്ധാവസ്ഥ സ്വപ്നത്തിൻ്റെ സ്ഥാനത്തുമായിട്ട് ചേർക്കുക. അങ്ങനെ വായിച്ചാൽ നമുക്ക് കാര്യം മനസ്സിലാവും. ഇതുകൊണ്ട് നമ്മൾ ബന്ധാവസ്ഥ അനുഭവിക്കുന്നു, ദുഃഖവും സുഖവും സംസാര ദുഃഖവും അജ്ഞാനം കൊണ്ട്. എന്തുകൊണ്ട് സ്വപ്നം ഉണ്ടാവുന്നു? ഉറക്കം കൊണ്ട്. ഉറക്കത്താൽ സ്വപ്നം ഉണ്ടാകുന്നത് പോലെ അജ്ഞാനത്താൽ സംസാരബന്ധം ഉണ്ടാവുന്നു. അതുള്ളതല്ല. ജ്ഞാനാവസ്ഥയും മുക്താവസ്ഥയാണ് സത്യത്തിലുള്ളത്. ഇപ്പം നമ്മുടെ എല്ലാം ജീവന്മാർ എത്ര ആളുണ്ടോ അത്രയും ആൾക്കാരുടെ ജീവന്മാർ മുക്താവസ്ഥയിലാണ്. വല്ലാത്തൊരു അത്ഭുതമാണ്. പിന്നെ എന്തിനാ ഈ ചിലർ മാത്രം അത് അനുഭവിക്കാറാവുന്നത്? അജ്ഞാനമുണ്ട്. അപ്പോൾ ആ അജ്ഞാനത്തെ കളഞ്ഞാൽ എല്ലാവരും മുക്തന്മാരായി. മുക്തന്മാരാവണ്ട, ആയിട്ട് തന്നെ നിൽക്കണം, അതിനെ അനുഭവിക്കുക, അത്രയേ ഉള്ളൂ. എല്ലാവരുടെയും മുക്താവസ്ഥ എല്ലാവർക്കും അനുഭവിക്കാം. സ്ഥിതി സമത്വം പോലെ, സോഷ്യലിസം പോലെ, ഒരു പക്ഷഭേദമൊന്നുമില്ല. ചില ആൾക്കാർക്ക് റിസർവ്ഡ് അല്ല, ഇവിടെ സംവരണമില്ല. പക്ഷേ എന്തുണ്ടാവണം? ഉറങ്ങാതിരിക്കണം. ഉറങ്ങാതിരിക്കാൻ സ്വപ്നം കാണില്ലല്ലോ, കാണുമോ? അപ്പോൾ എന്താണ് ഉറക്കത്തിന്? അജ്ഞാനം. അപ്പോൾ ബന്ധാവസ്ഥയും സംസാര ദുഃഖവും ഇല്ലാണ്ടിരിക്കാൻ അജ്ഞാനം നീക്കി ജ്ഞാനം ഉണ്ടാക്കണം. വളരെ സിമ്പിളാണ്, അത്രയേ ഉള്ളൂ. ആ ജ്ഞാനം ഉണ്ട്. നമ്മുടെ ഉള്ളിലുള്ളതായിരിക്കുന്ന ആ പരമാത്മഭാവത്തെ ഒന്നങ്ങനെ നല്ലപോലെ ജ്ഞാനക്കണ്ണ് തുറന്ന് നോക്കിയാൽ മതി, അനുഭവിക്കാൻ പറ്റും. ഉണ്ടാക്കണ്ട. കാരണം അതുള്ളതാണ്, ഉള്ളതിനെ ഉണ്ടാക്കണ്ടല്ലോ, ഇല്ലാത്തതിനെ ഇല്ലാണ്ടേക്കും വേണ്ട. പക്ഷേ മായ ബാധിക്കുമ്പോൾ ഈ യഥാർത്ഥ സത്യം താൽക്കാലികമായിട്ട് മറയപ്പെടുന്നു. ഇതാണ് സംഭവിക്കുന്നത്. എപ്പോഴും പറയാറുള്ളതായ ഒരു ഉദാഹരണമുണ്ട്. 100 ആൾ കിടന്നുറങ്ങിയ സമയത്ത് എല്ലാവരുടെ പോക്കറ്റിലും 100 രൂപയുടെ നോട്ടിട്ട് കൊടുത്തു. ചിലരതറിഞ്ഞു, ഒരു 20% അറിഞ്ഞു. 20 രൂപയുടെ ലാഭ കച്ചവടം ഒരാൾ കൊണ്ടുവന്നാൽ 20 ആളിൽ വേണ്ടവരത് വാങ്ങും. ഈ 80 ആളോ അയ്യോ എൻ്റെ കയ്യിൽ 100 രൂപ ഇല്ല, കഷ്ടട്ടോ വാങ്ങാമായിരുന്നു, ഈ അവസരം ഇനി എപ്പോഴാണ് കിട്ടുക? 300 രൂപയുടെ സാധനമാണ് 100 രൂപയ്ക്ക് കൊടുന്നിരിക്കണം.
കഷ്ടം, നല്ലൊരു അവസരം പോയി എന്ന് ദുഃഖിക്കും. പക്ഷേ അവരുടെ പോക്കറ്റിലുണ്ടല്ലോ, അവരെന്ത് ചെയ്തിട്ടില്ല, അറിഞ്ഞിട്ടില്ല. സ്വന്തം പോക്കറ്റിൽ 100 രൂപ ഉറങ്ങണ സമയത്താണ് ഇട്ട് കൊടുത്തത് വിചാരിക്കുക, ഉദാഹരണം സമർത്ഥിക്കാൻ. അതുകൊണ്ട് അവരറിഞ്ഞില്ല. ഇവരെങ്ങനെയോ തപ്പി നോക്കി എതിർച്ചയാ അറിഞ്ഞവർ. അപ്പോൾ ഈ 80 കൂട്ടരും പൈസ ഇല്ലാതെ ദുഃഖിക്കുന്നത് പൈസ ഇല്ലാഞ്ഞിട്ടാണോ? അല്ല, പക്ഷേ ഉള്ളത് അറിയാഞ്ഞിട്ടാണ്. ഇതേപോലെ നമ്മുടെ ഉള്ളിലുള്ള ഈശ്വരനെ അറിയുന്നവർ സംസാര ദുഃഖത്തിനെ അനുഭവിക്കണില്ല, അതറിയാത്തവർ സംസാര ദുഃഖത്തെ അനുഭവിക്കണു. ഇതാണ് ശരിക്കും ഇവിടെ സംഭവിക്കുന്നത്. ഇതെങ്ങനെയെന്ന് വെച്ചാൽ സുവർണാവേദോ സദിശോ സഖായോ യഥച്ച ഏതോ കൃതനീതോജ വൃക്ഷേ ഏകത്തയോ ഖാരതി വിപ്പലാന്നം അന്യോ നിരന്നോപി ബലേന ഭൂയാത്. ശരീരം ഒരു വൃക്ഷമാണ് എന്ന് സങ്കല്പിക്കുക. ഒരു ഉദാഹരണം പറഞ്ഞിരിക്കണം, അത്രയേ ഉള്ളൂ, വേറെ ഒന്നും ഇപ്പം അതിലില്ല. അതിൽ 2 പക്ഷികളുണ്ട്. ഏതാണ് 2 പക്ഷികൾ? ജീവാത്മാവും പരമാത്മാവുമാകുന്ന 2 പക്ഷികൾ. ഉപനിഷത്തിലൊക്കെ എപ്പോഴും നമ്മൾ സൂചിപ്പിക്കുന്ന ഒരു ഉദാഹരണമാണത്. ആ 2 പക്ഷികളിൽ ഒരെണ്ണം ഈ വൃക്ഷത്തിലത്തെ പഴങ്ങൾ കൊത്തി തിന്നുന്നു. അപ്പം അതിന് കയ്പോ സുഖങ്ങളോ പഴങ്ങളുടെ വരുംവരായകളോ അനുഭവിക്കേണ്ടി വരും. സ്വാദുണ്ടെങ്കിൽ സുഖിക്കാം, ദുസ്വാദുണ്ടെങ്കിൽ അതും അനുഭവിക്കണം, ഇല്ലേ? നേരെ മറിച്ച് മറ്റേ പക്ഷി ഈ വൃക്ഷത്തിലൊരു കൊമ്പത്ത് ഇതിനൊക്കെ സാക്ഷിയായിട്ട് ഇങ്ങനെ ഇരിക്കണേ ഉള്ളൂ. അതിന് സുഖത്തിൻ്റെ നന്മയില്ല, സുഖത്തിൻ്റെ തിന്മയില്ല, കയ്പുമില്ല, മധുരമില്ല, അതിങ്ങനെ കാണുക, അത്രയേ ഉള്ളൂ. അത് ജീവാത്മാഭാവത്തിൽ സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്നു. നമ്മളൊരു വൃക്ഷമാണെങ്കിൽ 2 പക്ഷി നമ്മുടെ ഉള്ളിലും ഉണ്ട്. പരമാത്മാഭാവത്തിലുള്ള പക്ഷിയാവട്ടെ ഇതൊക്കെ കണ്ടു നിൽക്കുക മാത്രമല്ലാതെ ഒന്നിനെ അനുഭവിക്കില്ല. ഇനി എന്താണ് ഈ ജീവൻ മുക്താവസ്ഥയിലേക്ക് എത്താൻ മാർഗം? ഇതിനെ 2 ചേർക്കുക. ഞാനെന്നും ഈശ്വരനും എന്നുള്ള ഭാവം ജ്ഞാനദ്വയങ്ങളെ മാറ്റി ഒറ്റ ജ്ഞാനാക്കുക. ജ്ഞാനദ്വയമാണ് ഇപ്പോൾ ഉള്ളത്, അത് മാറ്റിയിട്ട് ഒറ്റ ജ്ഞാനാക്കുക. ജ്ഞാനം ഒന്നേ ഉള്ളൂ, 2 ഇല്ല. അതിനാണ് വിളക്കിൻ്റെ തിരി 2ആയി പിരിഞ്ഞ് കത്തരുത്. അയ്യോ, അത് ഒന്നാക്കൂ, 2ആയി പിരിഞ്ഞ് കത്തണത് മഹാ അശുഭമാണ് നമ്മൾ പറയണത്. ഒന്നും വരുമൊന്നുമില്ല അതുകൊണ്ട്. പക്ഷേ അത് ഒരു തത്വത്തെ നമ്മൾ ഓർക്കണം. ഇതാണ് പറഞ്ഞത് നേരത്തെ, അതിൻ്റെ കാര്യം അറിയാണ്ട് അത് ചെയ്തതുകൊണ്ട് മാത്രമായില്ല. കാര്യം കൂടി ഒന്ന് ഓർക്കുക. ജീവാത്മാവും പരമാത്മാവും ഒന്നന്നെയാണ്. ആ 2 തിരി ഒന്നിച്ച് കത്താവൂ, പിരിഞ്ഞ് കത്തരുത്. തത്വം കൂടി അർത്ഥം മനസ്സിലാക്കി ചെയ്താൽ ഗുണം അതിയല്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. എല്ലാ ധർമാനുഷ്ഠാനങ്ങളും ആ ലക്ഷ്യത്തിലേക്ക് വേണമെന്ന് പറഞ്ഞത് അതാണ്. അതിലേക്കൊക്കെ കൊണ്ടുവരാത് ആ ഒരു സംഗതി. ജീവാത്മാവും പരമാത്മാവും ഒന്നാക്കി തീർക്കുക എന്നതുകൊണ്ട് നമുക്ക് ജീവൻ്റെ മുക്താവസ്ഥ അനുഭവിക്കാം. മറ്റേത് മുക്താവസ്ഥ ഉണ്ട്, അനുഭവിക്കാൻ പറ്റില്ല, അത്രയേ ഉള്ളൂ. അവിദ്യയായുക്തതു നിത്യബദ്ധോ, അവിദ്യയിലുള്ളവർക്ക് ബദ്ധനാണ്, ബന്ധം ഉണ്ടാവണു. വിദ്യാമയോ, വിദ്യയുള്ളവർക്ക് നിത്യമുക്ത, അവൻ നിത്യമുക്തനാണ്. ഈ പക്ഷികളെ ചേർക്കുക. അപ്പം നമ്മൾ ദേഹത്തിലിരിക്കുകയാണെങ്കിലും വിദ്വാനൊരു ബന്ധമില്ല, ഒരു ബന്ധമില്ല, ദേഹത്തിലാണ് ഇരിക്കുന്നത്. അവിദ്വാൻ ആണെങ്കിലോ അജ്ഞാനി, ദേഹത്തിലല്ലെങ്കിലും അവന് ബന്ധമുണ്ട് എന്നാണ് പറയണത്. എങ്ങനെ ദേഹത്തിലല്ലാണ്ടിരിക്കുക? പ്രാർത്ഥിക്കുമ്പോൾ ദേഹത്തിലല്ല എന്നാണ് വെപ്പ്. പക്ഷെ അത് ശരിക്കും കിട്ടണില്ല. ഉറക്കുമ്പോൾ ദേഹത്തിനല്ല, ഉറങ്ങുമ്പോൾ ആരും ദേഹത്തിനല്ല എന്നാണ് പറയുക. പക്ഷേ സ്വപ്നം കാണുന്നു, നിലവിളിക്കണു, സ്വസ്ഥതയില്ലാത്ത ഉറക്കത്തെ കാരാത്രി അങ്ങനെ ചെയ്യുക. സ്വസ്ഥമായിട്ട് ഉറങ്ങുമ്പോൾ യാതൊരു ചലനവും ഉണ്ടാവില്ല. അപ്പോൾ അദേഹസ്ഥനായിരിക്കുന്ന ഒരാൾ വിദ്യ ഇല്ലെങ്കിൽ അപ്പോഴും അവന് സംസാര ദുഃഖമുണ്ട്. എന്താ ചെയ്യുക? അപ്പോഴും ദുഃഖമാണെന്ന് വെച്ചാൽ വിദ്വാൻ ദേഹത്തിൽ ഇരുന്നിട്ട് എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും അവന് ദുഃഖം ഇല്ല. അതിന് എന്ത് വേണം? ഉദ്ധവ, നല്ല പോലെ ഭക്തി എന്നിലുണ്ടാക്കുക. ജ്ഞാനവും തത്വജ്ഞാനവും ധ്യാനമൊക്കെ അവിടെ ഇരിക്കട്ടെ. ലേശം കൂടിയൊക്കെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളവർക്കേ ചെയ്യാൻ പറ്റും. ഉപനിഷത്ത് ഹരിശാസ്ത്രങ്ങൾ പഠിക്കുക, ശ്രുതി പഠിക്കുക, വേദം ഒക്കെ സാധാരണക്കാർക്ക് ക്ഷിപ്രസാധ്യമാണോ? അല്ല. അപ്പോൾ അവർക്ക് ഭഗവാനെ അറിയണ്ടെന്ന് വെച്ചാൽ പറ്റുമോ? അയ്യോ, അതുമില്ലല്ലോ. അവർക്കും വേണ്ടേ ഒരു മാർഗം? ഉദ്ധവ, അതിന് എന്നിൽ ഭക്തി ഉണ്ടാവുക. അവിടെ ജ്ഞാനത്തിൽ കൊണ്ടുപോയിട്ട് എത്തിക്കോളും. എല്ലാവരും അങ്ങനെ തന്നെയാണ്. അങ്ങനെ എത്ര ആൾക്കാരുണ്ട്? അക്രൂരൻ ഗോപികൾ പഠിച്ചിട്ടാ? വേദം പഠിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ ശുദ്ധമായിട്ടുള്ള ഭക്തി കൊണ്ട് അവർ എന്നിലെത്തലല്ലേ വേണ്ടു. പിന്നെ എന്ത് പഠിപ്പിൻ്റെ സ്ഥാനം, എന്ത് ജ്ഞാനം, എന്ത് വേദം, ഒന്നും ആവശ്യമില്ല. ഈശ്വരനിലെത്തിയാൽ പിന്നെ ഇതൊക്കെ ചപ്പുചവറാണ്. എത്താനുള്ള മാർഗം മാത്രമാണ് അത്. അപ്പം എന്തെങ്കിലുമൊക്കെ അറിയണ ആൾ എന്ന് പറഞ്ഞ് ബഹുമാനിക്കാവുന്നേ ഉള്ളൂ.
അറിയാത്തവരെക്കാളും അതറിഞ്ഞവരെയൊക്കെ ഏതും അങ്ങനെ തന്നെയാണ്. അതിൽ വലിയൊരു കാര്യമൊന്നും ഇല്ല. ഭക്തി കൊണ്ട് ഈശ്വരനെ അറിയുക എന്നതാണ്. ഗാം ദുഗ്ധദോഹാം അസതീഞ്ച ഭാര്യാം ദേഹം പരാധീനം അസത്പ്രജാഞ്ച. ഭാഗവതത്തിൽ എത്ര വ്യക്തമായിട്ടും വളരെ പറഞ്ഞിട്ടുള്ളൊരു ശ്ലോകം. ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് എന്നെ വളരെ ആകർഷിച്ചിട്ടുള്ളൊരു ശ്ലോകമാണത്. എന്താ വെച്ചാൽ വളരെ നന്നായിട്ട് സംസാരത്തെ മനസ്സിലാക്കിയിട്ടുള്ളവരുടെ വാക്കാണ്. ഗാം പശു ദുഗ്ധദോഹാം അസതീഞ്ച ഭാര്യ, ശരിയല്ലാത്ത ഭാര്യ എന്ന് പറഞ്ഞാൽ ഭാര്യമാരെ കുറ്റം പറയുകയാണോ, താക്കന്മാരൊക്കെ ശരി, ഭാര്യമാരൊക്കെ തെറ്റ്, അങ്ങനെ ഒരു കാഴ്ചപ്പാടിൽ ഇത്രയും നല്ലൊരു ഗ്രന്ഥം ഒരിക്കലും പറയില്ല എന്ന് നമുക്കറിയാം. പെണ്ണുങ്ങളെയൊക്കെ കുറ്റം പറയുക, ആണുങ്ങളെയൊക്കെ, അങ്ങനെയല്ല. അസതീഞ്ച ഭാര്യ എന്ന് അവിടെ പറഞ്ഞത് അസതി ആയ ഭാര്യമാർ മാത്രം, അത്രയേ ഉള്ളൂ. സതിയായിട്ടുള്ള ഭാര്യമാർക്ക് ആ ശ്ലോകം ബാധകമല്ല. എത്രയോ നല്ല സ്ത്രീകളുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അവരുടെ കർമ്മമൊക്കെ സ്വാർത്ഥമായിട്ട് നിർവഹിച്ച ഭർത്താവിനെയും കുട്ടികളെയും നോക്കി സ്വസ്വഭാവികളായി വളർന്ന് ജീവിക്കുന്ന സ്ത്രീകളില്ലേ, അവർക്ക് ഈ ശ്ലോകം ബാധകമല്ല. അസതീഞ്ച ഭാര്യ, ഭർത്താവിനെ നോക്കാതെ കണ്ട് തോന്നിയത് കാണിച്ച് നടന്നിട്ടും തോന്നിയത് പറയുന്നവർ ആയ സ്ത്രീകൾ അവരുണ്ടല്ലോ. ഒരു പുരുഷന്മാരുമുണ്ട്, ദുസ്വഭാവികൾ ഇഷ്ടം പോലെയുണ്ട്. ഭാഗവതം അങ്ങനെ ഒരാളെ താങ്ങൊന്നുമില്ല. അത് പറഞ്ഞില്ല, കാരണം കഥ പറഞ്ഞു കൊടുക്കുന്നത് പരീക്ഷത്തിനോടാണ്. പറഞ്ഞു കൊടുക്കുന്ന ശ്രോതാവ് പരീക്ഷത്താണ് ആണല്ലോ. അപ്പം അതുകൊണ്ട് ആ പരീക്ഷത്തിൻ്റെ കാര്യം പറയുമ്പോൾ അവിടെ സ്ത്രീകളെ പറഞ്ഞു എന്നേ ഉള്ളൂ. അസതീഞ്ച ഭാര്യ, പിന്നെ പരാധീനം ദേഹം അസപ്രജാഞ്ച. ഇവിടെ രണ്ട് കാര്യം നമുക്ക് പരാധീനമാണ്, ദേഹവും പ്രജയും. ദേഹം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം പോലും നമ്മുടെ നിയന്ത്രണത്തിലല്ല. എനിക്കത് എപ്പോഴും ഒരുപാട് കാര്യങ്ങൾ ഓരോന്ന് ഏറ്റവും കൂടുതൽ ദിവസേന തോന്നുന്ന കാര്യം, നമ്മൾ ഈ ടോയ്ലറ്റ് പോയാൽ നമ്മുടെ സമയം വെച്ചിട്ട് ആ പ്രവൃത്തി നടക്കുമോ? ആലോചിച്ച് നോക്കൂ. അത് നടക്കണവരുടെ ഭാഗ്യം, അവരോടൊക്കെ സന്തോഷമുണ്ട്. അല്ലാത്തവർക്ക് ഇത് പറഞ്ഞാൽ ചിരി വന്ന് വേഗം കാര്യം മനസ്സിലാവും. അത് നടക്കില്ല. അതിനൊരു സമയമുണ്ട്. അപ്പോഴല്ലേ ചിലപ്പോൾ വളരെ അനായാസേന നടക്കും. ചിലപ്പോൾ വണ്ടിയോടെ നിർത്തിയിട്ട് ടോയ്ലറ്റ് പോയാൽ എന്തൊരു പ്രയാസമാണെന്ന് നോക്കുക. നമ്മുടെ നിയന്ത്രണത്തിലാണോ നമ്മുടെ ശരീരം? നമ്മുടെ നിയന്ത്രണത്തിലല്ല നമ്മുടെ ശരീരം. സത്യത്തിൽ ഇടയ്ക്ക് ഇടത്തേ കാല് വയ്ക്കുമ്പോൾ വലത്തേ കാലെന്താ ഞാനില്ല എന്ന് പറയണത്? നമ്മുടെ നിയന്ത്രണത്തിലല്ല ശരീരം. എപ്പോഴാണ് അസുഖം വരിക, എപ്പോഴാണ് ചുമ വരിക, എപ്പോഴാണ് ഇൻഫെക്ഷൻ വരിക, എപ്പോഴാണ് കോവിഡ് വരിക, നമുക്ക് പറയാൻ പറ്റുമോ? പെട്ടെന്ന് തൊണ്ട പിടിക്കുന്നത് കാണാം, അയ്യോ പരിശോധിച്ചപ്പോൾ പോസിറ്റീവായിട്ടോ എന്ന് പറയാൻ ഒറ്റ നിമിഷം മതി. നമ്മുടെ ദേഹം പരാധീനം എന്ന് പറഞ്ഞാൽ നമ്മുടെ നിയന്ത്രണത്തിലേ അല്ല നമ്മുടെ ദേഹം. ഉറക്കം വന്നു, നിയന്ത്രിക്കാൻ പറ്റുമോ? ചില സമയത്ത് ഞാൻ പുസ്തകമൊക്കെ എടുത്ത് ഇങ്ങനെ വായിക്കുമ്പോൾ കാണാം യാതൊരു രക്ഷയില്ല. ചിലപ്പോൾ പുസ്തകമൊക്കെ കയ്യിൽ നിന്ന് വീണളയും. നമുക്ക് ഉദ്ദേശമുണ്ടോ ഉറങ്ങണമെന്ന്? കുറച്ച് വായിച്ചളച്ചിട്ടായിരുന്നത്, അതാ ഉറക്കം വന്നു, ഉറങ്ങിയിട്ട് മതി, പോട്ടെ ഉറക്കം, ഒരു വഴിയില്ല. അപ്പോൾ പരാധീനമാണ്. കാരണം പരാധീനം ദേഹം അസത്ത് പ്രജാംശ. പരാധീനം അസത് പ്രജ രണ്ടിനുമുണ്ട്. നമ്മുടെ കുട്ടികൾ നമ്മുടെ നിയന്ത്രണത്തിലാണോ? നമ്മൾ വിചാരിക്കുകയാണ്. അപ്പം നാളും കൂടി ഞാനൊരു കാര്യം പറഞ്ഞു കേട്ടു. 2 ദിവസം മുമ്പ് ദത്തെടുത്ത ഒരു പെൺകുട്ടിയെ, കഷ്ടകാലത്തിന് ദത്തെടുത്തത്. കഷ്ടകാലത്തിന് വെച്ചാൽ പെണ്ണുങ്ങളെ മൊത്തത്തിൽ കുറ്റം പറയുകയല്ല, ഇവിടെ ഒരു പെൺകുട്ടിയായിപ്പോയി എന്ന് പറഞ്ഞാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ആ കുട്ടി വേറെ ആളുടെ കൂടെ പോയി. പ്രജകളെ പ്രസവിച്ച കുട്ടിയല്ല എന്നുള്ളത് കൊണ്ടാണ് പ്രസവിച്ച കുട്ടികളും ഇത് തന്നെ ചെയ്യണം. അപ്പോൾ ആരപ്പം നമ്മുടെ നിയന്ത്രണത്തിലുള്ളത്? ഒരു കുട്ടിയും പ്രജ എന്ന് പറഞ്ഞാൽ പുത്രൻ പുത്രി എന്നാണ്, നമ്മുടെ നിയന്ത്രണത്തിലല്ല. നമ്മൾ വിചാരിക്കുകയാണ് കയ്യോ വളർന്ന് കാലോ വളർന്ന് ഒക്കെ നോക്കിയിട്ട് ഒന്നും നമ്മുടെ നിയന്ത്രണം. സമയമായ അവരവരുടെ വഴിക്ക് പോവും, പക്ഷികൾ പറന്നു പോകണ പോലെ. ആശാപാശം വെക്കണ്ട, കടമ ചെയ്തോളൂ, വളർത്തിക്കോളൂ, ഒന്നും വേണ്ടെന്നൊന്നും പറയില്ല. ആശയും പാശം ഒന്നും വേണ്ട. ഇനിയുള്ള കാലത്ത് പ്രത്യേകിച്ചും നമ്മുടെ കടമ ചെയ്യുക, ഒക്കെ ചെയ്യാം, വേണ്ടാന്നൊന്നും പറയണില്ല. പക്ഷേ അവരിൽ നിന്നൊന്നും ഇങ്ങോട്ട് പ്രതീക്ഷിക്കുകയൊന്നും വേണ്ട. നമ്മുടെ സമുദായത്തിൽ പെടാത്ത ഒരാളെ കൊണ്ടൊന്നും നിയമപ്രകാരം നമുക്ക് വല്ലതും ചെയ്യാൻ പറ്റുമോ? എന്താ ബുദ്ധി? സന്തോഷത്തോട് വീട്ട് മരുമോനെ എന്ന് പറഞ്ഞ് കൈ പിടിച്ച് കയറ്റുക. എന്നാൽ സ്പർദ്ധി ചണ്ടയുണ്ടാവില്ല എന്ന് മാത്രം. അല്ലെങ്കിലും അവൻ അതന്നെ ചെയ്യുക. അപ്പം ഏത് തരത്തിലുള്ള ഇതിൽ അവൻ പ്രവർത്തിച്ചാലും അതിനെ എതിർത്തിട്ട് വലിയ കാര്യമൊന്നുമില്ല ഇന്നത്തെ കാലത്തെ. അപ്പോൾ അസപ്രജാഞ്ച, നമ്മൾ നിയന്ത്രണത്തിലല്ല, പരാധീനമാണ്.
മറ്റൊരാളുടെ നിയന്ത്രണത്തിനാണ് ഈ പരാധീനം. നമ്മുടെ ശരീരമൊക്കെ ദേഹം പരാധീനമായി തന്നെ ശോഷിച്ചു ക്ഷീണിച്ചു എന്നുള്ള അർത്ഥത്തിലാണ് പറയുക. ദേശമൊക്കെ പരാധീനമായല്ലോ, പരവശമായില്ലോ എന്ന് പറഞ്ഞാൽ രണ്ടും ശരിയല്ല. പരവശം എന്ന് പറഞ്ഞാലും പരാധീനം എന്ന് പറഞ്ഞാലും ഒരേ അർത്ഥമാണ്. മറ്റൊരാളുടെ നിയന്ത്രണത്തിൽ നിന്നാണ് അതിൻ്റെ അർത്ഥം. വയ്യാത്തവരെ വേറെ ആളുടെ നിയന്ത്രണത്തിലാണെന്നുള്ള അർത്ഥത്തിൽ ശരിയാണ്. പക്ഷെ നമ്മൾ ശോഷിച്ചു ക്ഷീണിച്ചു എന്നുള്ള അർത്ഥത്തിലായി വാക്ക് പറയും. അങ്ങനെയല്ല അതിൻ്റെ അർത്ഥം. സോ കൺട്രോളിലോ നിയന്ത്രണത്തിലോ അല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. പിന്നെ ധനം, അത് കയ്യിൽ എത്ര വരെ നിൽക്കുന്നു വല്ല ഉറപ്പുണ്ടോ? ഈ ധനമൊക്കെ പോകാൻ 4 ദിവസം ഏതെങ്കിലും നല്ലൊരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്താൽ മതി, ലക്ഷക്കണക്കിന് ഉറുപ്പ്യ പോകും. നാളെ എന്നോട് ഒരാൾ 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്ക് ഉറുപ്പ്യ 6000 ആയിട്ട് വന്നു. അപ്പം 24 മണിക്കൂറിന് എത്രയായി? 124 6 24 6 1 6 2 അല്ലേ? അത്രയില്ലേ? 1,00,000 ഉറുപ്പ്യയാവും. അപ്പം ഇങ്ങനെ പോയാൽ ഈ ധനം നമ്മുടെ കയ്യിൽ നിൽക്കും എന്നുള്ളതിന് വല്ല ഉറപ്പുണ്ടോ? വിത്തം ത്വത്തീർത്ഥീകൃതമംഗവാശം ഹീനാമയാ രക്ഷതി ദുഃഖ ദുഃഖീ. എപ്പോഴും ഇതിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ദുഃഖം അനുഭവിക്കുകയാണ് സംസാരി. എൻ്റെ ഭാര്യ, എൻ്റെ പ്രജ, ആത്മജാത്മജൻ, എൻ്റെ പേരക്കുട്ടി. ഇപ്രകാരം ചിന്തിച്ച് തൻ്റെ നിയന്ത്രണത്തിലല്ലാത്ത കാര്യങ്ങളെ മുഴുവൻ എൻ്റെ 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 എന്ന് അഭിമാനം വിചാരിച്ച് അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് അങ്ങനെ ചിന്തിച്ച് ദുഃഖം നിരന്തരം അനുഭവിക്കുക. ഫലോ ദുഃഖം. ഉദ്ധവ, ഈ വക കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി നിർത്തുക. കുറച്ചാണ്ട് കഴിഞ്ഞാൽ 60 62 കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ പിന്നാലെ പോകണ്ട. എന്തോ ആയിക്കോട്ടെ, ബാക്കിയുള്ളവരുണ്ട് അവിടെ, അവർ നോക്കട്ടെ. നല്ല രുദ്രാക്ഷമാല കിട്ടിയ നാമനാമോ നാരായണനാമോ ജീവിച്ച് കൂടുക ഒരു സ്ഥലത്ത്. ഭാഗവതം ഉണ്ടെങ്കിൽ വേറെ പിന്നൊന്നും വേണ്ട. എന്താ ക്ഷണം കിട്ടിയച്ചാൽ കഴിക്കുക, വിളതരായച്ചാൽ കിടക്കുക എന്നല്ലാതെ മറ്റ് കാര്യങ്ങളെ ഒരുപാട് തലയുടെ ഉള്ളിൽ കയറ്റാതിരിക്കുന്നതാണ് ജീവൻ മുക്താവസ്ഥയിലേക്ക് എത്താനായിട്ട് ചെയ്യേണ്ടത് എന്നുദ്ധവന് ഭഗവാൻ പറഞ്ഞു കൊടുത്തു. പിന്നെ കുറച്ചും കൂടി അനുഷ്ഠാനങ്ങളുണ്ട്. ഭഗവാനിലേക്ക് എത്തിക്കുന്ന രീതിയിലുള്ള പൂജാ കാര്യങ്ങൾ, ഉത്സവങ്ങൾ, ഭജനകൾ, അതിലൊക്കെ പങ്കെടുത്തോളൂ, കുഴപ്പമില്ല. എന്തിലെങ്കിലും പങ്കെടുക്കാതെ എങ്ങനെയാണ് 4 ചുമരിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കുക? വേണ്ടല്ലോ. അതിനുള്ള കാര്യങ്ങൾ മല്ലിംഗ മത് ഭക്തജനദർശന സ്പർശനാർച്ചനം ഭജന ഈ കലിയുഗത്തിലും ഇല്ലേ? ലോകത്തിൽ ഉണ്ടല്ലോ. അവിടെ നിന്ന് പോയിട്ട് കുറച്ച് നേരം ഇരിക്കുക. സപ്താഹം എത്രയോ നടക്കണു ഈ ലോകത്തിൽ. ഒരു 4 അധ്യായം അവിടെ പോയിരുന്ന് കേൾക്കുക, കുറച്ച് നാമം സ്വയം ചെല്ലുക, കൃഷ്ണവിഗ്രഹമൊക്കെ നോക്കിയിട്ട് ആനന്ദിക്കുക. മത്കഥാശവണേ ശ്രദ്ധ. ഭഗവത്കഥ മീഡിയത്തിലായാലും മാധ്യമത്തിലായാലും വരുന്നുണ്ട് പലരും. കൊടുത്തിട്ട് അതൊക്കെ കേൾക്കുക, കാണുക. കുറച്ച് നേരം ഈ മനസ്സിനൊരു ശാന്തിയാണ് കൊടുക്കുക. അത് അനുഭവിക്കട്ടെ ശാന്തി. അതും വേണ്ടേ? ഗീതതാണ്ഡവവാദിത്ര ഗോട്ടീബിർ ഗൃഹോത്സവ. ഗീതം, താണ്ഡവം. ചില ആൾക്കാർ ഭജന ചെല്ലിനോടൊപ്പം അങ്ങനെ നൃത്തം ചെയ്യുക, കൈ കൊട്ടുക, അങ്ങനെയൊക്കെ ചെയ്യും. അതിലൊന്നും തെറ്റൊന്നുമില്ല. ഗീതം, താണ്ഡവം, നൃത്തം, വാദിത്രം, ഗോഷ്ഠി, കൊട്ടമേളം, ഇതൊക്കെ നമ്മളെ ക്ഷേത്രത്തിൽ നിർത്താൻ സഹായിക്കും. നേരിട്ട് ഈശ്വരനിലേക്ക് എത്തിക്കില്ലെങ്കിലും താളത്തിൽ താല്പര്യമുള്ള ഒരാൾ മേളം കേട്ടാൽ കേൾക്കും ഇല്ലേ? മേളമൊക്കെ ഇങ്ങനെ കേട്ടിങ്ങനെ നിൽക്കുക. പക്ഷേ എവിടെയാണ് നിൽക്കണത്? അമ്പലത്തിലാണ്. അതിൻ്റെ ഒരു ഗുണം അവന് കിട്ടും. മേളം കേട്ട് നിന്നാലും മതി. ഈശ്വരനെ ഭജിക്കില്ലെങ്കിൽ കൂടി ആ മേളം കേൾക്കുമ്പോൾ മേളം കേൾക്കുന്നത് കൊണ്ടല്ല ഗുണം ഉണ്ടാവുന്നത്, മതിലകത്താണ് നിൽക്കുന്നത്. അധികം അവിടെയാണല്ലോ അതൊക്കെ ഉണ്ടാവുക. അപ്പം അതൊക്കെ പുറത്തേക്ക് പോയിരിക്കണം. പുറത്ത് പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല. റോട്ടിൽ കൂടെ കൊട്ടി നടന്നിട്ടൊന്നും ഒരു കാര്യമില്ല. വെറുതെ അതൊക്കെ മതിലകത്ത് കൊട്ടുന്നത് കൊണ്ട് കാര്യമുണ്ട്. കാരണം ആ കൊട്ടിനായിക്കൊണ്ടെങ്കിലും നമ്മൾ അങ്ങനെ ഇതൊക്കെ വന്നത്. ചിലക്ക് താളത്തിലാവും ശ്രദ്ധ. ആയിക്കോട്ടെ, ക്ഷേത്രത്തിൻ്റെ അകത്തല്ലേ, ഭഗവാന്റെ മടിത്തട്ടിലാണ് മേളം ആസ്വദിക്കുന്നത്. ആനയുടെ മുകളിൽ ആരുണ്ടാവും? ഈശ്വരൻ ഉണ്ടാവും. ഇങ്ങനെയാണ് ഗീത, താണ്ഡവ, വാദിത്രങ്ങൾ നമ്മൾ ഇടയ്ക്ക് കൊട്ടണം. നല്ല രസമാണ്. ഇടയ്ക്ക് അങ്ങനെ കൊട്ടുമ്പോൾ അങ്ങനെ തലയായിട്ട്. പക്ഷേ അതെവിടെയേ കൊട്ടുള്ളൂ? ഭഗവാന്റെ അടുത്തേ കൊട്ടാൻ പാടൂ. മറ്റേ തെറ്റാണ്. ഇടയ്ക്കൊക്കെ ചില സങ്കല്പങ്ങളുണ്ട്. നിലത്ത് തൂക്കാൻ പറ്റാത്ത ഒരേ ഒരു വാദ്യമാണ് ഇടയ്ക്ക. കെട്ടി തൂക്കാനേ പാടൂ, നിലം തൊടരുത്. അത്ര വിശിഷ്ടമായിട്ടുള്ളത് റോട്ടിലോ മറ്റു സ്റ്റേജിലോ ക്ഷേത്രത്തിന് പുറത്തോ പ്രയോഗിക്കില്ല പണ്ട്. അപ്പോൾ അവിടെ അത് പ്രയോഗിക്കുമ്പോൾ നമുക്ക് എന്തുണ്ട്? അതിലുള്ള താല്പര്യം ക്ഷേത്രം അതിലകത്ത് നമ്മളെ ആക്കുന്നു.
ചാക്യാരൂത്ത് കൂത്തമ്പലത്തെ ക്ഷേത്രത്തിലേ പാടുള്ളൂ. എന്താ പറയാൻ കാരണം? എവിടെയെങ്കിലും ചെയ്താൽ അതിൻ്റെ ഗുണമില്ല, അതിനൊരു പാവനത്വമുണ്ട്. ഈശ്വരകഥയാണ്. വേറെ ഏതെങ്കിലും കഥാപ്രസംഗം നമുക്ക് പറഞ്ഞുകൊണ്ട് വിരോധമില്ല. രാമൻകുട്ടി നങ്ങേലി, കുട്ടിടി നങ്ങേലി, എമ്മടിയും കഥ പറഞ്ഞാൽ കുഴപ്പമില്ല, എവിടെ വേണമെങ്കിലും പറയാം. ഈശ്വരകഥയ്ക്ക് ഒരു സങ്കേതം ഈശ്വരഭാവത്തിൽ വർത്തിക്കുമ്പോൾ ക്ഷേത്രത്തിനകത്ത് എന്നൊരു ഗുണം അധികമുണ്ട്. കഥ കേൾക്കുന്നതോടൊപ്പം താൻ ക്ഷേത്രം മടിത്തട്ട്, ദേവൻ്റെ മടിത്തട്ടാണ് ക്ഷേത്രം. അപ്പോൾ അവിടെ ഗീതം, താണ്ഡവം, വാദിത്രം ഇതിലായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ പങ്കെടുത്തുകൊണ്ട് ലേശം നേരം അമ്പലത്തിൽ നിൽക്കുക, കഴിച്ചു കൂട്ടുക, ഇരിക്കുക, ഈശ്വര കാര്യങ്ങൾ പറയുക. നാട്ടുവർത്തമാനം പറയരുത്, ഒരിക്കലും പറയരുത്. അങ്ങനെയൊക്കെ അഥവാ മനസ്സിനെ എന്നിൽ നിർത്താൻ ചില കാര്യങ്ങൾ ആവാം. വെറുതെ 4 ചുമരിൻ്റെ ഉള്ളിലിരുന്നാൽ മുഷിയും, അത് മനുഷ്യൻ്റെ സ്വഭാവമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചാക്യാരൂത്തായാലും ഓട്ടംതുള്ളലായാലും ഒക്കെ ഈശ്വരകഥകളെ കൊണ്ടുണ്ടാവുള്ളൂ. കഥകളിയിൽ ജയലവൃത്തം കാണുക, രുക്മിണി സ്വയംവരം, അങ്ങനെ നല്ല കഥകൾ ഒക്കെ നമ്മൾ കാണുമ്പോൾ എല്ലാം എന്നിലേക്ക് എത്താനുള്ള മാർഗങ്ങളാണ്. അങ്ങനെ ആ അധ്യായം കഴിഞ്ഞു. എങ്ങനെയൊക്കെ എന്നിലെത്താമെന്നും പറഞ്ഞാൽ സത്സംഗവും ഭക്തിയോഗത്തിൻ്റെയും പ്രാധാന്യം ഭഗവാൻ ഒന്നുകൂടി വിവരിക്കുകയാണ് അടുത്ത ഒരു അധ്യായത്തിൽ. കായേന വാചാ മനസേന്ദ്രിയർവാബ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൻ കരോതി യദ്യസകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.